പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ മഹത്വമെടുക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവം തരുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവി, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ മാത്രം നല്ലവനെന്ന് ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരു പുത്തൻ പുലരിയുടെ ദൈവം ദാനമായി തന്നത് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രതിയാല് ഇന്ന് രാവിലെ സമയവും അല്ലെങ്കിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്ന മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇലോഹിം ഗ്ലോബൽ മിനിസ്ട്രീസ് എന്ന ഫേസ്ബുക്ക് പേജിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ കൃപ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ആ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിന്റെ മാറ്റമല്ലാത്ത ഹൃദയത്തിലെ തിരുവായ്മൊഴികളെ അല്ലെ ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിപ്പാൻ ദൈവം കൊടുത്ത കൃപകൾക്കായിട്ട് നന്ദി. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം കൊടുത്ത കൃപകൾക്കായിട്ട് നന്ദി. കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ അലക്സാണ്ടർ കോശി തന്റെ കുടുംബത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ആയിരിക്കുന്നിടത്തും പ്രവർത്തനങ്ങളെയും സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 7 വൻകരകളെയും അവിടെയുള്ള എല്ലാ ജനത്തെയും ഓർത്ത് അല്ലെ ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിലെ നിവാസികളെ യഹോവയ്ക്കുള്ളതായിരിക്കാൻ ഇന്ന് പകൽക്കാലവും അല്ലെങ്കിൽ 7 വൻകരകളെയും എവിടെയൊക്കെ മാനവജാതി ഉണ്ടോ അവിടെ എല്ലാം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് അല്ലെങ്കിൽ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾപ്പാൻ പോകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനത്താൽ മടക്കി വരുത്തുന്ന ഇന്ന് പകൽക്കാലം ദൈവം ആരെന്ന് ഇതുവരെയും തിരിച്ചറിയുവാൻ നമ്മുടെ അറിവിനൊത്തവണ്ണം ദൈവത്തെ കാണുവാനല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ദൈവം ആരെന്ന് നാം അറിയേണ്ടതുപോലെ അറിഞ്ഞ് അവനെ അല്ലല്ലോ ഭയപ്പെടേണ്ടതുപോലെ നമ്മുടെ ദൈവം ആരാന്നുള്ള ബോധ്യം, അവൻ പരിശുദ്ധനായത് അവൻ മാത്രം പരിശുദ്ധനായിരിക്കാൻ അവിടുത്തെ ആ പരിശുദ്ധ നാമം എടുക്കേണ്ടതിനുള്ള യോഗ്യത ഇന്ന് രാവിലെ സമയം ഒന്നുകൂടെ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് തിരിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പുത്തൻ പുലരിക്ക് നന്ദി. ലോകമെങ്ങും അനേക സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അനർത്ഥങ്ങളും ആപത്തുകളും പെട്ടെന്നുള്ള സംഭവങ്ങൾ കൊണ്ട് എല്ലാം ഉള്ളവര് എല്ലാം ഇല്ലാത്തവരെ പോലെ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തില് ഞങ്ങളുടെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും ഒന്നുമല്ല കർത്താവേ, ഹല്ലേലൂയ ഒരു അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ലോകത്തില് ഈ സംഭവങ്ങളൊന്നും ഞങ്ങളെ തൊടാതെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, കേൾക്കപ്പെടാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ ഇന്ന് ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ദുഃഖത്തോടെ ആരോടും പറയാത്ത നെടുവീർപ്പുകളുമായി ഹല്ലേലൂയ ആയിരിക്കുന്നുവെങ്കിൽ ഈ ദൈവ ശബ്ദത്താൽ വിടുതൽ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, യേശുവിന്റെ നാമത്തിലുള്ള രക്ഷ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാവരും എല്ലായിടത്തും ഒരുപോലെ മാനസാന്തരപ്പെട്ട് നിത്യ അല്ലെങ്കിൽ നാശത്തിൽ നിന്ന് നിത്യ അല്ലെങ്കിൽ ദണ്ഡനത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലത്തെ വചനത്താലും കർത്താവെ നീ അങ്ങനെ ചെയ്തെടുക്കുന്ന ദൈവത്തിനായിട്ട് നന്ദി. ഈ ഫേസ്ബുക്ക് പേജിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹമാക്കി നിർത്തണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ മഹത്വം എടുക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് വളരെ ഭയത്തോടെ സന്നിധാന ബോധത്തോടെ ദൈവം ആരെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവവചന കേൾവിക്കായിട്ട് നാം തുറന്നു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളെ എഴുതട്ടെ. അത് നാം അയവിറക്കിക്കൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന പാപമെന്തെന്നറിയാത്ത അല്ലെങ്കിൽ പാപത്തിന്റെ അധീനതയിലായിരിക്കുന്ന ലോകത്തില് പാപത്തെ വിട്ടൊഴിഞ്ഞ് ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ വചനം പ്രഘോഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഇടപെട്ടതുകൊണ്ട് ആ വചനത്തിലേക്ക് ഇന്ന് രാവിലെ തിരിയുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. ചില നിയോഗങ്ങളെ ദൈവം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ദൈവത്തോട് അടുത്തു വരുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവിക വേലകളെ ചെയ്തെടുക്കുവാനും ചിലര് ദൈവം ആരെന്ന് ഇതുവരെ അറിയാതിരിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മുഴുവൻ ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ തിരുവായ്മൊഴി ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം ഹൃദയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും. ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവം തൊടും. ഇന്ന് ദൈവസനെ സമർപ്പിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുന്ന കൃപകൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് 5-ാം വാക്യത്തിലേക്ക് തിരികെയാണ്. അപ്പോൾ ഞാൻ, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒരു നിലവിളിയും ഹല്ലേലൂയ, ഒരു ഏറ്റുപറച്ചിലും ഒരു സമർപ്പണവും താൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ തന്റെ ഉത്ബോധ മനസ്സില് ഉണ്ടായിരുന്ന ആ ദൈവത്തെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് താൻ കണ്ടുവല്ലോ. തനിക്ക് കാണുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത തന്റെ അറിവിനും താൻ ഇതുവരെ ചിന്തിച്ചിരുന്നതിനും അപ്പുറത്തായിരുന്നല്ലോ എന്നോർത്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട യെശയ്യാ പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ ഇതുവരെയും താൻ ഇങ്ങനെ ഒരു സമർപ്പണം ദൈവസന്നിധിയില് താൻ സമർപ്പിച്ചിട്ടുണ്ട്. നാം ദൈവവചനം വായിക്കുമ്പോൾ അതിനു മുമ്പും ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി ജീവിതമാണ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നേ, ഒരു പക്ഷെങ്കില് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ഞാൻ അനേകരോട് അല്ലെങ്കിൽ ഈ യേശുവിനെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയാറുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന ഏവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ നാം കാണേണ്ടതുപോലെ നാം കാണുമ്പോൾ പിന്നെ നമ്മോട് ആരും പറയേണ്ട കാര്യമില്ല. ദൈവത്തെ അന്വേഷിപ്പീൻ, അവന്റെ മുൻപാകെ താഴ്മയോട് നടപ്പി എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവത്തെ കണ്ടവര് കാണേണ്ടതുപോലെ കണ്ടാൽ അവൻ പഴയപടി ആയിരിക്കത്തില്ല. അവനോട് ആരും പറയേണ്ട ദൈവത്തെ അന്വേഷിപ്പാനും വിശുദ്ധിയിൽ നടക്കുവാനും പാപവഴികളെ വിട്ടൊഴിയുവാനും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് പാപത്തിന്റെ ചേറ്റുകുഴിയിലേക്ക് ദൈവത്തെ വിട്ട്, ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പനകളെ വിട്ട് അകന്നുപോയ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്ന യെശയ്യാവ് ഒരിക്കൽ തന്റെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ താൻ ആർക്കു വേണ്ടിയാണോ, ആരുടെ നാമമാണോ വിളിച്ചു പറയുന്ന ആ നാമത്തിന്റെ മഹത്വം താൻ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ, കാണേണ്ടതുപോലെ കാണുവാൻ ഒരു മഹാഭാഗ്യം തനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അത് അല്ലെങ്കിൽ യെശയ്യാവ് കണ്ട കാര്യം ഒന്ന്, ഹല്ലേലൂയ കർത്താവായ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കാണുവാൻ ഇടയായി തീർന്നു. 1-ാം വാക്യം ഇങ്ങനെയാണ്, ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടില്, ആ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ച അല്ലെങ്കിൽ ജനത്തെ നടത്തിയ ഒരു രാജാവല്ലായിരുന്നു. ഏത് കാലഘട്ടത്തിലും സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ദൈവം ഇടപെടേണ്ടിവരോട് ദൈവം ഇടപെടും. നമുക്ക് പ്രതികൂലമാണ് സുവിശേഷത്തിന്റെ പറയുവാൻ നമുക്ക് അസാധ്യതകൾ ഉണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്. അവന് മന്ത്രിയായിരുന്നവൻ ആരാ? ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളില് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ അതറിഞ്ഞിട്ട് അതിനൊത്തവണ്ണം കാലുവെക്കുന്നതല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഏത് സാഹചര്യങ്ങളുടെ മേലും പ്രവർത്തിപ്പാൻ കഴിവുള്ള, ഏത് ഹൃദയങ്ങളോടും ഏത് സമയത്തും ഇടപെടുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഞരക്കം പോലും സ്പന്ദനം പോലും അറിയുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന് മറവായിരിക്കുന്നത് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് യെശയ്യാവ് ആ ആണ്ടില് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവിനെ താൻ ഇതുവരെയും
കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വത്തില് ദൈവത്തെ ഒന്ന് അവൻ ഉന്നതനായ ദൈവം, അവൻ ഉയർന്നിരിക്കുന്ന ദൈവം. നാം ആരും നമ്മുടെ ദൈവത്തെ ഉയർത്തേണ്ടതില്ല. അവൻ ഉയർന്നവൻ തന്നെ, അവൻ ഉയർന്നിരിക്കുന്നവൻ തന്നെ. ഹല്ലേലൂയ. അവിടുത്തെ സിംഹാസനത്തെ ആരും ഉയർത്തണ്ട, ആരും സ്ഥിരപ്പെടുത്തേണ്ട. അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായതുള്ളതാണ്. അവന്റെ സിംഹാസനത്തിന് മീതെ വേറൊരു സിംഹാസനമില്ല. അവന്റെ സിംഹാസനമാണ് സ്ഥിരമായ സിംഹാസനം. ആ സിംഹാസനത്തില് ഹല്ലേലൂയ കർത്താവ് ഇരിക്കുന്നത് കാണുവാൻ യെശയ്യാവിന് ഒരു ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്നെ തന്നിലേക്ക് കാണുവാൻ യെശയ്യാവ് വന്നാണ് തന്നെ തന്നെ ഒന്ന് കാണുവാൻ. മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരുന്ന യെശയ്യാവ് തന്നെ കാണുവാൻ തന്റെ ദൈവത്തെ കണ്ടത് മുഖാന്തരം അല്ലെ താൻ ആരാണെന്ന്, തന്റെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുവാൻ ഇടയാക്കിയിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം എന്ന് പറയുന്നത് നാം ദൈവത്തെ കാണുമ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തിൽ നിന്നുള്ള ആ മഹത്വത്തിൽ നിന്ന് നാം ആരാന്നറിയുമ്പോൾ നമ്മോട് ആരും പറയണ്ട നാം പാപിയായിരുന്നോ, നമ്മുടെ പാപ വഴികൾ എന്തെന്ന് ആരും നമ്മെ ഉപദേശിക്കേണ്ട. നാം തന്നെ നമ്മെ തന്നെ തിരുത്തുവാനിടയായി തീരും. നാം പൊടി എന്നോർക്കും, നാം ഒന്നുമില്ലെന്നോർക്കും. നാം ഒരു അല്പകാലത്തേക്ക് മാത്രം ദൈവം നമ്മളെ ഭൂമി വെച്ച് ആക്കി വെച്ചിരിക്കുന്നുള്ള ബോധത്തിലേക്ക് നാം വരുവാനിടയായി. അതാ യഥാർത്ഥ ഹല്ലേലൂയ മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജീവിതത്തോട് മാനസാന്തരത്തിന്റെ വാക്കുകൾ പറഞ്ഞു വെച്ചാലോ, മാനസാന്തരത്തിന് എഴുത്തുകൾ എഴുതിയാലോ അത് വായിച്ചത് കൊണ്ട് അവന് മാനസാന്തരം ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നാം കാണേണ്ടതുപോലെ, ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അവന്റെ മുൻപാകെ അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ നാം തന്നെ താനെ പിന്നെ ആരും മാനസാന്തരപ്പെടണമെന്ന് പറയേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം വരുമ്പോൾ മനുഷ്യൻ പൊടിയെന്നവൻ അറിയുന്നു. അല്ലെങ്കിൽ നമുക്ക് വിലയേറിയൊരു ആത്മാവുണ്ടെന്ന് അവൻ അറിയുന്നു. നമ്മുടെ നടപ്പ് ശരിയല്ലെന്ന് അവനോട് ആരും പറയാതെ തന്നെ അവൻ തന്നെ സമ്മതിക്കുന്നതാണ് മാനസാന്തരം. ദൈവം മുൻപാകെ നാം ആരെന്നറിഞ്ഞിട്ട് ദൈവത്തോട് നാം ഏറ്റുപറഞ്ഞ് അല്ലെ നാം സമ്മതിക്കുന്നതാണ് മാനസാന്തരം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ആ ദൈവത്തിന്റെ അവൻ ദൈവത്തെ കണ്ടപ്പോൾ ദൈവം ഇരിക്കുന്നത് എങ്ങനെയാണ്, അവന്റെ സിംഹാസനം എങ്ങനെയാണ്, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് അല്ലേലും അത് ആലയത്തെ മന്ദിരത്തെ നിറച്ചിരുന്നെന്ന്. അത്ര മഹത്വ വെളിച്ചത്തെ തേജസ്സിനെ വാരി ചുറ്റിയവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് മന്ദിരം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ചുറ്റും സാറാഫുകള് അല്ലേലൂയ അവന്റെ ചുറ്റും നിന്നിരുന്നു. അതും മാത്രമല്ല അവിടുത്തെ സകല അന്തരീക്ഷവും അല്ലേലൂയ യെശയ്യാവിന് വെളിപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ പ്രത്യേകത, അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. അല്ലേലൂയ 2 കൊണ്ട് അവര് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് അവര് ദൈവത്തെ ആരാധിക്കുക. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഹല്ലേലൂയ ഒരുത്തനോട് ഒരുവൻ അവര് തമ്മിൽ പറഞ്ഞ് ദൈവത്തിനു മഹത്വം കൊടുക്കുക. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരെ, നാം ദൈവത്തെ സ്തുതിച്ചില്ലേലും നാം ദൈവത്തെ ആരാധിച്ചില്ലേലും ദൈവമായിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ അടുക്കല് അല്ലെ സാറാഫുകള് ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അല്ലെ ദൈവത്തിന്റെ മഹത്വത്തെ ഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെയും നാം ഏത് ദൈവത്തെയാ? യെശയ്യാവിന് ആ ശബ്ദം കേട്ട് മറ്റൊന്നുമല്ല അവിടെ മുഴങ്ങിയത്. സാറാഫുകൾ തമ്മിൽ ഒരുത്തനോട് ഒരുത്തൻ പറയുന്നത് യഹോവയായ ദൈവം അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധ, ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യഹോവയായ ദൈവം തന്നെ പരിശുദ്ധൻ, അവനല്ലാതെ വേറൊരു പരിശുദ്ധൻ ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനും മാത്രവും സകല മഹത്വവും സാറാഫുകൾ കൊടുത്തു. ആ മഹത്വം കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവരെ ആരാധിക്കുന്ന ഇവരെ ആർക്കുന്ന ശബ്ദത്താൽ ഹല്ലേലൂയ ആലയത്തിന്റെ ഹല്ലേലൂയ ഉമ്മരപ്പടികള് കുലുങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അത്ര ശബ്ദത്തില് അവര് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ സമയം നമ്മെ ഉണ്ടാക്കിയ, നമ്മെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തെ
ഇതുവരെയും നമുക്ക് ദൈവമെന്ന് പറഞ്ഞ് ആരാധിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടുന്നതിന് മുമ്പ് നാം ആർക്കും മഹത്വം കൊടുക്കണം. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്ന് നാം ആരാന്നറിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ആരാധന. അതാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ വഴികളിലേക്ക് ഇന്ന് പകൽക്കാലം തിരിയുന്ന ദിവസമായിരിക്കട്ടെ. ഒരു മനുഷ്യനും സ്വതവേ ജനിച്ചിട്ട് അവന് ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ അവന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വയറ്റിൽ ജനിച്ച കുഞ്ഞ് അവന് അങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന നിയമമില്ല. അവനും ദൈവത്തെ വ്യക്തിപരമായിട്ട് അവൻ ദൈവം ആരെന്ന് ദൈവത്തിന്റെ നാമം നാവിലെടുത്തത് കൊണ്ടോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യേശു തന്നെ പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ആരുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവ മകനോ മകളോ ആയിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ കേൾക്കുന്ന വചനം നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഗ്ലോറി. ദൈവം നാം ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു പടിയൂടെ നാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇയ്യോബ് പറഞ്ഞ, ദൈവമേ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവിയെ കേട്ടിട്ടുള്ളൂ. എന്നാൽ ദൈവം തന്നെ അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിർമ്മലനും നിർദോഷനും യഹോഭക്തനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ലെന്ന് ദൈവം തന്നെ ഹല്ലേലൂയ സാക്ഷ്യം പറഞ്ഞ ഇയ്യോബ് വാസ്തവമായിട്ട് ദൈവമായിട്ടുള്ള ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവം അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുകയാണ്, അവന്റെ മുഖം മുത്തിയം പറയുകയാണ്, യഹോവേ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവിയെ കേട്ടുള്ളൂ. ഹല്ലേലൂയ. നിന്റെ മഹത്വം വലുത്. ഞാൻ അറിഞ്ഞതുപോലെയല്ല, ഞാൻ കേട്ടതുപോലെയല്ല, ഞാൻ ഇതുവരെ അനുഭവിച്ചതുപോലെയല്ല. ഇന്ന് രാവിലെ സമയം അങ്ങനെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് നാം ഒന്ന് ഏറ്റുപറയുവാൻ, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി വിളങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണേണ്ടതിന് അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം ഏത് സമയത്തും മനുഷ്യനെ നോക്കുന്നത്, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർക്കുന്നുണ്ടോ, അവന് വേണ്ടി ഒരുക്കുന്ന രാജ്യം ഒരുക്കുന്ന അവന്റെ സൃഷ്ടാവാം ദൈവത്തെ ഹല്ലേലൂയ അപ്പനും മകനും എന്ന ബന്ധത്തിലേക്ക് കൊണ്ടുവന്നവനെ അവന്റെ രാജ്യത്തിലാക്കുവാൻ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് അവൻ തിരിയുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ നിങ്ങൾ വാസ്തവമായി എന്നെ വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. അവൻ വാസ്തവമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥൻ തന്നെയാ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ജീവിതത്തിലും കർത്താവിന്റെ യഹോവയുടെ വചനങ്ങളെ അവൻ ഘോഷിച്ചുകൊണ്ടിരുന്നത്, അവനെ ഇത്രത്തോളം ദൈവത്തിന്റെ മഹത്വ വെളിപ്പാട് അവന് ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം അവനെ ദൈവത്തിന് ശക്തമായിട്ട് അവനെ ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് രാവിലെ ആ വചനങ്ങളെ ഏറ്റെടുത്ത് നാം പറയുമ്പോൾ, ഉദ്ധരിക്കുമ്പോൾ തന്നെ ആ ശക്തിയും മഹത്വവും നമ്മളിലേക്കും ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മഹത്വം യെശയ്യാവിന് വെളിപ്പെട്ടപ്പോൾ, ഒന്ന് ദൈവത്തിന്റെ ആ പദവി, ദൈവം ഇരിക്കുന്നത്, അവന്റെ മഹത്വമൊക്കെ കണ്ടപ്പോൾ ദൂതന്മാർ സാറാഫുകൾ ആരാധിക്കുന്ന, അവരെങ്ങനെ ആരാധിക്കുന്നത്, രണ്ടുകൊണ്ട് മുഖം മൂടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു യോഗ്യതയുമില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ രണ്ടു മുഖവും മൂടി അവരുടെ പാദവും മൂടിയിട്ട് അവർ ദൈവത്തെ പറന്നു നിന്ന് ആരാധിക്കുന്നത്. ഒരുത്തനോട് ഒരുവൻ പറയുകയാണ്, മറ്റൊരു വിശേഷവുമല്ല അവർക്ക് പറയുവാനുള്ളത്, യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ഏക പരിശുദ്ധൻ എന്ന് ഒരുവനോട് ഒരുവൻ ആർക്കുന്ന ശബ്ദത്താൽ ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ കുറിച്ച് ദൈവത്തെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ക്വാളിറ്റി, നമ്മുടെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ മാത്രം പരിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. വിശുദ്ധിക്ക് വേണ്ടി നാം രൂപ ചെലവാക്കിയാൽ അല്ലെ കടയിൽ പോയി നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? നേർച്ച കാഴ്ചകൾ ചെയ്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമോ? ഇല്ലേ, ഇല്ല. ദൈവം അതിനൊരു മാർഗം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവൻ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്ന് അവൻ ജന്മമെടുത്തു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് ദൈവത്തോട് അടുപ്പിക്കുവാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നീ അശുദ്ധിയിലിരിക്കുകയാണോ? പരിശുദ്ധനായ ദൈവത്തോട് നിനക്ക് അടുക്കുവാൻ നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ ഞരങ്ങിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. അതിന് ദൈവം മുഖാന്തരങ്ങളെ, വഴികളെ നമുക്ക് ഒരുക്കി തന്നിട്ട് ഇന്ന് രാവിലെയും നമ്മളെ ആ വിശുദ്ധിയിലേക്ക് ദൈവം വിളിക്കുക. യേശുവിന്റെ രക്തം നിനക്ക് സൗജന്യമായി അവൻ കാൽവരുടെ ഉന്നതങ്ങളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുക. നീ ഒന്ന് ഏറ്റെടുത്താ മതി, നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്താ മതി. അല്ല, ഞാൻ പാപത്തിലാ ജനിച്ചത്, പാപ സ്വഭാവമുള്ള മനുഷ്യനാ, ദൈവമേ എന്നെ അതിൽ നിന്ന് വിടുവിച്ച് നിന്റെ രാജ്യത്തിൽ നിന്റെ മുഖം കാണണമെങ്കിൽ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് നീ സമർപ്പിച്ചാൽ നിന്നെ വിശുദ്ധീകരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് ഈ മഹത്വം കണ്ടപ്പോൾ ഇതുവരെയും ദൈവത്തിന്റെ യഹോവയുടെ നാമം എടുത്തുകൊണ്ട് മറ്റുള്ളവരോട് യഹോവയുടെ ഹല്ലേലൂയ ഹിതത്തിനു വേണ്ടി ജനത്തെ നയിക്കുവാൻ ആഹ്വാനം ചെയ്ത് ജനത്തെ പാപബോധം വരുത്തുവാൻ ഉപയോഗിച്ച വ്യക്തി തന്നെ യെശയ്യാവ്. എന്നാൽ ഈ മഹത്വം കണ്ടപ്പോൾ സാറാബുകൾ ആരാധിക്കുന്നതും ആ ദൈവത്തിന്റെ മഹത്വവും അവനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തില് അവൻ ഇരിക്കുന്നതും അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പല് മന്ദിരത്തെ നിറച്ചിരിക്കുന്നതും അവൻ തേജസ് വാരി ചുറ്റിയവനാണെന്ന്. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം എന്ന് പറയുന്നത് തേജസ്സാണ്. ആ തേജസ്സാണ് മന്ദിരത്തെ നിറച്ചത്. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാ ഒറ്റ വിളിച്ചൂക്കാണ് തന്നെ ആ മഹത്വത്തിനുള്ളില് താനൊന്ന് കാണുവാനിടയായി. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരുവൻ ദൈവത്തെ വാസ്തവമായി കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവവുമായിട്ട് അവൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനെ അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പോയ വഴിയിൽ അവനെ കാണത്തില്ല. അവൻ എബൌട്ട് ടേൺ തിരിഞ്ഞാണ് പിന്നെ അവന്റെ നടപ്പ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരും അവനെ ഉപദേശിക്കണ്ട. കുഞ്ഞ് നീ അത് ചെയ്യല്ലേ, കുഞ്ഞ് ഇത് നീ ചെയ്യല്ലേ, നീ ഇടത്തോട്ട് പോകല്ലേ, നീ വടത്തോട്ട് പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. അതിന് യഥാർത്ഥ ഉദാഹരണമാണ് ലോത്തും അബ്രഹാമും. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയത് കൊണ്ട് അബ്രഹാമിന് സംശയമില്ല തന്നെ വിളിച്ചത് ആരാണെന്നും തന്നോട് ഇന്നിടത്തേക്ക് പോകുവാൻ വല്ല പറഞ്ഞത്. പോയ സമയങ്ങളിൽ ദൈവം അവന് വഴികളെ തുറന്നു കൊടുത്തു, ആ പാതയിൽ നടന്നു. എന്നാൽ ലോത്ത് അങ്ങനല്ല, തനിക്ക് ഇഷ്ടമുള്ളതാ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ദൈവത്തെ കണ്ടവനും ദൈവത്തെ കാണാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലാണ് നടപ്പെങ്കിലും ഭക്തന് ഹല്ലേലൂയ ദൈവത്തോട് ചോദിക്കും, ഞാനൊരു ക്രോസ് റോഡിലാ നിൽക്കുന്നേ, ഇനി ഞാൻ എങ്ങോട്ടാ പോകേണ്ടിയെന്ന്. അവൻ ദൈവ ശബ്ദത്തിനൊത്തവണ്ണം കാലുവെച്ചു. അവനാണ് പ്രൈസ് ദി ലോർഡ് കൂടാരങ്ങളിൽ പാർത്ത് യാഗപീഠം പണിത് അവന് ഹല്ലേലൂയ അവൻ മുന്നേറിയത്. പ്രൈസ് ദി ലോർഡ്. എവിടെയും കൂടാരം അടിച്ചാൽ അവിടെ ഒരു യാഗപീഠമുണ്ട്. യാഗപീഠത്തിന്റെ അടുത്ത് അവൻ കൂടാരം അടിക്കാറുള്ളൂ. ദൈവത്തെ കൂടാതുള്ള ഈ യാത്ര അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നത് എന്നതുപോലെ യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഹല്ലേലൂയ എനിക്ക് കഷ്ടം എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തോട് അടുത്തു വരുവാൻ എനിക്ക് യോഗ്യതയില്ല. ഒത്തിരി കുറവുകള് ആ മഹത്വത്തിനുള്ള അവന് വെളിപ്പെടുകയാണ്. ഇന്ന് വരെ അവന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു നിലവിളി അവൻ നിലവിളിച്ചിട്ടില്ല. യെശയ്യാവിനോട് മറ്റൊരു നമ്മെ പോലൊരു വ്യക്തി ജീവിതം വന്ന് യെശയ്യാവേ നിന്റെ കുറവിത എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ യെശയ്യാവ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഇത്ര വലിയ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന്റെ തിരുഹിതത്തെ ഞാൻ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഉപദേശിപ്പാൻ നീ ആരെന്ന് പറഞ്ഞേനെ. എന്നാല് ദൈവത്തിന്റെ മുഖം കണ്ടപ്പോൾ, ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ, അവിടുത്തെ ആരാധന കണ്ടപ്പോൾ, അവിടുത്തെ വിശുദ്ധി കണ്ടപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ യെശയ്യാവിന് മനസ്സിലായി, ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഞാൻ കരുതിയതുപോലെയല്ല. ഹല്ലേലൂയ ദൈവമഹത്വം എന്നുള്ളതും ദൈവം എന്നുള്ളതും ഇന്ന് രാവിലെയും ആ മഹത്വം കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ മഹത്വാനായ ദൈവത്തിന്റെ മുൻപാകെയാണ് നാം ഇനി ഒരു ദിവസം നിൽക്കേണ്ടത്. അന്ന് നാം ഇതുപോലെ അയ്യോ എന്ന് പറയുവാൻ ഇടയാക്കാതെ അതിനു മുമ്പേ നാം ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ജഡത്തിൽ
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സില് നാം ദൈവത്തിന്റെ മുൻപാകെ നമ്മെ കണ്ടിട്ട്, നമ്മുടെ അവസ്ഥകളെ കണ്ടിട്ട് നാം ഏറ്റുപറഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ദിവസമായിരിക്കട്ടെ. യെശയ്യാവ് ദൈവ സാന്നിധ്യത്തെ വിട്ടോടുകയല്ലായിരുന്നു. അയ്യോ എനിക്ക് കഷ്ടമെന്നുള്ള നിലവിളി സ്വർഗം കേട്ട് ഹൃദയത്തിന്റെ പരമാർത്ഥതയില് അവന്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ യഹോവയുടെ മഹത്വത്തിനുള്ളില് അവൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ നശിച്ചു, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ മഹത്വത്തോടൊത്ത് ജീവിപ്പാൻ കഴിയത്തില്ല, എനിക്ക് കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നശിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ നശിക്കുവാനല്ല ദൈവം എന്നെ കണ്ടിട്ടുള്ളത്. ഞാൻ കഷ്ടത്തിൽ ഇരിക്കുവാനല്ല, അതിൽ എഴുന്നേൽപ്പിക്കുവാനാ. വെളിപ്പെട്ട് കിട്ടിയ സമയത്ത് തന്നെ യെശയ്യാവ് ഏറ്റുപറയാണ്, കാരണം ഞാൻ അശുദ്ധിയുള്ള ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, അശുദ്ധിയുള്ള ആദരമുള്ള ജനത്തിന്റെ മധ്യത്തിൽ പാർക്കുന്നവനെന്ന്. ഒന്ന്, തന്റെ നാവ് വിശുദ്ധമല്ലെന്ന് താൻ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ജനത്തിന്റെ മധ്യത്തില് ഞാൻ പാർക്കുമ്പോൾ അവര് പറയുന്ന പലതും ഞാൻ കേട്ട് എന്റെ ഈ മൺകുടാരം മുഴുവൻ അശുദ്ധി കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുക എന്നോർത്തിട്ടാ എനിക്ക് അയ്യോ കഷ്ടം. അവിടെ അശുദ്ധിയില്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തില് അശുദ്ധിയില്ല, അവിടുത്തെ പരിശുദ്ധന. ഈ അശുദ്ധിയും കൊണ്ട് എനിക്ക് ദൈവസന്നിധാനത്തിൽ നിൽപ്പാൻ കഴിയത്തില്ലെന്ന് യെശയ്യാവ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ നിലവിളി സ്വർഗം കേട്ടിട്ട് ഉടനെ മറുപടി കൊടുക്കുക. ഇന്ന് രാവിലെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വാസ്തവമായി അവനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് സമീപസ്ഥനാ, അവൻ നിങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവം. അതുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്ക് അവിടുത്തെ കാണേണ്ടതുപോലെ ഒന്ന് കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. നാം ദൈവസന്നിധി വരുമ്പോൾ അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ നാം ആരും നമ്മോട് സമർപ്പിക്കുവാൻ പറയണ്ട, നാം സമർപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അതാണ് മാനസാന്തരം. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടനെ സാറാഫുകളിൽ ഒരുവന് വന്നിട്ട് യാഗപീഠത്തിന്റെ ഒരു കൊടിലി കൊണ്ട് യാഗപീഠത്തിലെ കനലിൽ നിന്ന് ഒരു കനലെടുത്ത് അവന്റെ വായോടടുപ്പിച്ച് അവന്റെ അതരത്തെ തൊട്ടിട്ട് പറയാണ്, ഹല്ലേലൂയ യെശയ്യാവേ, നിന്റെ വായെ തൊടുവിച്ചത് കൊണ്ട് നിന്റെ നാവിന് ശുദ്ധി വന്നു, നിന്റെ അകൃത്യങ്ങൾക്ക് ഹല്ലേലൂയ ക്ഷമിച്ചു, നിന്റെ പാപങ്ങളെ നിന്നിന്ന് മായിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സമയം നമുക്ക് ഹല്ലേലൂയ ഇതിനൊന്നും പോണ്ട. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് യാഗമായി ഹല്ലേലൂയ പരസ്യമായി നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്നതുകൊണ്ട് അവന്റെ രക്തം ഹല്ലേലൂയ സകല പാപവും പോക്കി നമ്മളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവ സന്നിധാനത്തിലായിരിക്കുന്ന ആരെങ്കിലും പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധാനത്തില് നാം ചെല്ലണമെന്നുണ്ടെങ്കിൽ കാൽവറിയിലെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. ആ നിത്യതയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ നാം എത്തണമെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കർത്താവേ, യെശയ്യാവ് ദൈവത്തെ വിളിക്കുന്നവനല്ലായിരുന്നോ, ദൈവത്തിന്റെ നാമത്തെ പ്രഘോഷിക്കുന്നവനല്ലായിരുന്നോ? എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം അവന് വെളിപ്പെടുത്തിയപ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിന്റെ മഹത്വത്തോട് എന്നെ ചേർത്ത് വെക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ അവന്റെ മുൻപാകെ നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. അവന്റെ ജീവിതത്തെ കണ്ടിട്ട് അവന് നിലവിളിപ്പാനാ കഴിഞ്ഞത്. ഇന്ന് രാവിലെ സമയവും നാം ദൈവപാദപീഠത്തിൽ വരുമ്പോൾ അവന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാനും നാം ആരെന്ന് നമ്മൾ സമർപ്പിച്ചാൽ നാം രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ. നാം ക്രൂശ് കാണുമ്പോൾ നാം ഇത് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്കി നമുക്ക് കഷ്ടമല്ല വരേണ്ടത്, നമ്മൾ യേശുവിനെ ഓർത്ത് ഞാനാണ് അതിന് കാരണക്കാരൻ, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാ യേശു ക്രൂശിലേക്ക് കയറിയെന്ന് ഓർത്തിട്ട് നീ മരിക്കണ്ട. ആ മരിച്ചതിനെ യേശു ക്രൂശിൽ കയറാൻ നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. യേശുവേ, ഞാൻ പാപിയായതുകൊണ്ടാ, ഞങ്ങൾ പാപികളായിരുന്നത് കൊണ്ടാ അവിടുന്ന് ക്രൂശിലേക്ക് കയറിയതും അവിടുത്തെ രക്തം ചിന്തിയതും ആ രക്തത്താല് ഞങ്ങളെ കഴുകണമേ എന്ന് പറയുമ്പോൾ യെശയ്യാവിന്റെ വായോടെ തൊടിയിച്ച് അവന്റെ അതിക്രമങ്ങളെ ക്ഷമിച്ച് അവന്റെ പാപങ്ങളെ എടുത്തു കളഞ്ഞതുപോലെ യേശുവിന്റെ രക്തത്താൽ നിന്നെ നന്നായി കഴുകി നിന്നെ വിശുദ്ധീകരിച്ച് നിന്റെ നാവിന്മേല് പുതിയ പാട്ട് തന്ന്, കഴിഞ്ഞ നാളുകളിലെ വാക്കല്ല നിന്റെ വായിൽ വരുന്നത്, നിന്റെ നാവിൽ പിന്നെ വിശുദ്ധിയുടെ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദൂത സാറാഫുകൾ എങ്ങനെയാ
ഒരുവനോട് ഒരുവൻ ഹല്ലേലൂയ യഹോവയായ ദൈവം സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നവര് ആർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതുപോലെയാ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നാം മറ്റുള്ളവരെ കാണുമ്പോൾ ഹല്ലേലൂയ ആ ക്രൂശീകരണം നമ്മളെ വിശുദ്ധീകരിക്കാനാണെന്നും ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നാം വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യം അല്ലെങ്കിൽ പത്രോസും ഇതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകത്തില് യേശു പത്രോസിന്റെ പടകൊന്ന് ചോദിച്ചു, പത്രോസേ അല്ലെ നിന്റെ പടക് എനിക്ക് അല്പസമയത്തേക്ക് തരാമോ? ഹല്ലേലൂയ. കാരണം തന്നെ അന്വേഷിച്ച് കടന്നു വന്ന ഹല്ലേലൂയ ബഹുപുരുഷാരത്തോട് സംസാരിക്കുവാൻ അവൻ ഹല്ലേലൂയ പത്രോസിന്റെ പടക് അല്ലെങ്കിൽ കരയോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദൈവം തന്നെയാ തെരഞ്ഞെടുത്ത പത്രോസിന്റെ പടകിനെ അല്പസമയത്തേക്ക് ദൈവം ഹല്ലേലൂയ ആ വാടകയ്ക്ക് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇറങ്ങി വന്ന യേശുവിനൊന്ന് ഇരിക്കുവാൻ, ലോകത്തോട് സംസാരിക്കുവാൻ അവന്റെ പടകിനെ ഒന്ന് വിട്ടുകൊടുത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവനായകൻ അവന്റെ പടകിൽ വന്നത് പ്രൈസ് ദി ലോർഡ്. ആ പടകിലും മാത്രമല്ല അനേകരോട് അവന്റെ പടകിൽ കൂടെ ഇരുന്നു കൊണ്ട് അനേകരോട് ജീവന്റെ വചനത്തെ ഘോഷിക്കുവാൻ എന്റെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞത് പത്രോസിന്റെ ജീവിതത്തിലെ ഭാഗ്യ പദവിയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ ഈ ദൈവശബ്ദം കേൾപ്പിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികളാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഹല്ലേലൂയ പത്രോസിനോട് പറയുകയാണ്, നീ ഹല്ലേലൂയ ആഴത്തിലേക്ക് നീക്കി വലയിടാൻ പറഞ്ഞപ്പോൾ അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പടക് കഴുകി വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു പത്രോസിനോട് അല്ലെങ്കിൽ ആ പടകിനോട്ട് ഇച്ചിരി അല്പം നീക്കിയിടാൻ പറഞ്ഞതും അല്ലെങ്കിൽ അതിനുശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, പത്രോസെ നീ ആഴത്തിലേക്ക് നീക്കി വലയിടാൻ പറഞ്ഞപ്പോൾ മീൻപിടുത്തത്തിന് വലയിടാൻ നിനക്ക് എന്താണോ നിനക്ക് ലഭിക്കാതിരുന്നത്, എന്തിലാണോ നീ ഭാരപ്പെട്ടിട്ട് രാത്രിയിലെ അധ്വാനത്തെ ഓർത്ത് ഒന്നും ലഭിച്ചില്ലല്ലോ, ഇന്നത്തെ പകൽക്കാലം എങ്ങനെയായിരിക്കും? ഞാൻ നിരാശയോടെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അല്ലെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങളുണ്ട് എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന പത്രോസിനോട് ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് നാഥ ഉള്ള അവസ്ഥ വിളിച്ചു. നീ ദൈവത്തിന്റെ മുൻപ് വരുമ്പോൾ നീ മറ്റാരെയും ബോധിപ്പിക്കണ്ട, നിന്റെ ദൈവത്തോട് നിന്റെ ഉള്ള അവസ്ഥകളെ പറയാം. ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരോട് നീ പറയുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലായില്ലെന്ന് വരും. എന്നാൽ നിന്റെ ദൈവത്തോട് നീ പറയുന്നത്, നിനക്ക് എത്ര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാലും നീ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്ന് അറിയാവുന്ന ഒരു ദൈവമാ. ദൈവത്തിന് ഒരിക്കലും മിസ്റ്റേക്ക് വരത്തില്ല. പത്രോസ് പറഞ്ഞത് ആരെയും പരാതിപ്പെടുത്തിയുമല്ല, കർത്താവെ വളരെ പ്രതീക്ഷയോടാ കഴിഞ്ഞ രാത്രിയില് ഞങ്ങൾ അധ്വാനിച്ചത്, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല, പക്ഷെ നിരാശയോടെ വീട്ടിലോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നാലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവത്തിന്റെ വാക്കവൻ കേട്ടു, അനുസരിച്ചു. ഇതുവരെയും പിടിച്ചിട്ടില്ലാത്ത അവരധ്വാനിച്ച് എവിടെയില്ലായിരുന്നോ അവരാഴത്തിലൊക്കെ നീക്കിയിട്ടതാ, വലയിട്ടതാ. എന്നാൽ അവിടെ തന്നെ പെരുത്ത മീൻകൂട്ടങ്ങൾ കയറി. എന്നിട്ട് ഈ മീൻകൂട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പത്രോസ് മീനെ നോക്കി നിൽക്കുകയല്ലായിരുന്നു, ദൈവത്തോട് പറയുകയാണ്. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, കാരണം അത് കണ്ടിട്ട് സന്തോഷിക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വാക്കിന് നീ വലയിറക്കുമ്പോൾ നീ കേട്ട ശബ്ദത്തിന്റെ ആഴം നീ അറിയാതെ തന്നെ നിനക്ക് വെളിപ്പെടുകയാണെന്ന്. പത്രോസ് മീനെ കണ്ടിട്ട് മീന്റെ മുൻപാകെ മുട്ടുകുത്തിയില്ല, അല്ലെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് ആഹ്ലാദിച്ചില്ല. നമ്മൾ രാത്രിയിലൊക്കെ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലല്ലോ, ഇപ്പൊ കണ്ടോ വലിയൊരു അത്ഭുതം ഇപ്പൊ നടന്നിരിക്കുക, അല്ലെ നമ്മൾ അന്നേരം ശരിക്കും വല ഇടാഞ്ഞത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഇപ്പോഴായിരിക്കും വരുന്നേ എന്ന് പറഞ്ഞ ഒരു പുതിയ രീതി മീൻപിടുത്തത്തിന് വേണ്ടി ഉള്ള പുതിയ ട്രിക്കിലേക്ക് പോകുകയല്ലായിരുന്നു. ശിമോൻ പത്രോസ് പറയുക, അപ്പോൾ അവൻ കവിണ്ണു വീണു, അവനു മനസ്സിലായി, ഹല്ലേലൂയ, എന്റെ മുൻപാകെ നിൽക്കുന്നവൻ ഈ കടലിൽ മേല്, ഈ പ്രപഞ്ചത്തിന്മേല്, ഈ ചരാചരങ്ങളുടെ മേല് അധികാരമുള്ളവനാ, എന്നോട് സംസാരിച്ച
ചോദിച്ചത്, ഈ കരയിൽ ഇതുവരെയും ഇങ്ങനെ ആരും എന്നോട്, എന്റെ കുടുംബത്തിലോ ഈ കടൽക്കരയിൽ നിൽക്കുന്ന ഒരു പുരുഷാരമോ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇവൻ ഇതിനെ സകലത്തെയും ഉളവാക്കിയവനും ഉരുവാക്കിയവനും അധികാരമുള്ളവനുമാണെന്ന് അറിഞ്ഞിട്ടാണ് അവന് കവിണ് വീണ് ദൈവത്തിന് ആരാധന മുട്ടുകുത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും പത്രോസ് അല്ലെങ്കിൽ മറ്റാരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. ആരാധിക്കണമെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനെന്ന് മനസ്സിലായി. എന്നിട്ട് പറയാണ്, ദാദാ എന്നെ വിട്ടുപോ കർത്താവേ. അല്ലെങ്കിൽ ഭാഷ മാറിയല്ലോ. കർത്താവെ, സകലത്തിന്മേലും കർത്തൃത്വമുള്ളവനെ പറയാണ്, ഹല്ലേലൂയ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. പത്രോസ് ദൈവത്തെ കണ്ടപ്പോൾ ആദ്യം അവൻ ആരാണെന്ന്, ക്രിസ്തുവിനെ കണ്ടപ്പോൾ, അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ആരാണെന്ന് അവന് തന്നെ ബോധ്യം വരിക. അല്ലെങ്കിൽ അവനോട് കൂടെയുള്ള സബദി മക്കൾ ആരും പറഞ്ഞല്ല, പത്രോസേ നീ പാപിയാണെന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരിക്കലും പത്രോസ് സബദി പുത്രന്മാരോട് പറഞ്ഞില്ല കർത്താവേ എന്ന്. അല്ലെങ്കിൽ കർത്താവായിരിക്കുന്നവനെ, സകലത്തിന്മേലും കർത്തൃത്വമുള്ളവനെ, സകല ചരാചരങ്ങളുടെ മേലും കർത്തൃത്വമുള്ളവനെന്ന് അല്ലെങ്കിൽ പത്രോസ് തിരിച്ചറിഞ്ഞു. അവൻ അവിടെ വെച്ച് സമ്മതിക്കുക, ഞാൻ പാപിയായ മനുഷ്യനാണെന്ന്. അതുവരെ പത്രോസ് ആരുടെ മുമ്പില് ഇനി മദ്യപിച്ച് മദ്യപാനിയായി മക്കൾക്കും ഭാര്യമാർക്കും തലവേദന ആയിരിക്കുന്നവരും പറയത്തില്ല ഞാൻ പാപിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടാൽ നീ പറയേണ്ടതുപോലെ പറയും, നീ അക്സെപ്റ്റ് ചെയ്യും. ആരും പറയേണ്ടാതെ ഇന്ന് രാവിലെ സമയം ഈ ആഴത്തിലേക്കുള്ള മാനസാന്തരം പത്രോസിനോട് പറയാ, പത്രോസെ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാവിലെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? ദൈവം പറയുന്നത്, ആദ്യമേ പറയുന്നത്, യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിനക്ക് ധൈര്യമാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരും നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സംഭ്രമമെല്ലാം മാറും, നിന്റെ ഭയമെല്ലാം മാറിയിട്ട് നീ ഇതുവരെയും ഹല്ലേലൂയ കടലിനോടും വലയോടും വള്ളത്തോടും കൂടി ആയിരുന്നെങ്കിൽ ഇനി മനുഷ്യരോടുള്ള ബന്ധത്തിലേക്ക് നിന്നെ കൊണ്ടുവരിക. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെയും പിടിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെയും നിനക്ക് ചേർത്ത് കൊള്ളുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ അവൻ ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചല്ലോ. അയ്യോ, അവന്റെ നിലവിളിയാൻ ദൈവത്തെ കണ്ടപ്പോൾ. ഏതു മനുഷ്യനും ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ പിന്നെ നമ്മള് മുട്ടടിച്ച് പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അയ്യോ എന്ന് നിലവിളിച്ചു പോകും. ഈ കണ്ണുകൊണ്ടാണോ? ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുപോയല്ലോ എന്ന് പറയുവാനാണ്. കാരണം എന്റെ കണ്ണും പാവമുള്ളതാ, എന്റെ നാവും പാവമുള്ളതാ, എന്റെ പഞ്ചേന്ദ്രിയം എല്ലാം അങ്ങനെയാ. അതുകൊണ്ടാണ് ഞാൻ കണ്ടുപോയല്ലോ എന്ന് അവൻ തന്നെ വിളിച്ചു പോവാനിടയായി തീർന്നത്. ഇന്ന് രാവിലെ സമയം ആ ദൈവമഹത്വത്തിലേക്ക് നമുക്കും കടന്നിയല്ല. നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഏൽപ്പിക്കുന്ന നിയോഗത്തിലേക്ക്, ദൈവം വിളിക്കുന്നത് നിങ്ങളെ വിശുദ്ധിയിലേക്കാ. ആ വിശുദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾപ്പാൻ പോകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം തിരിഞ്ഞുകൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.